ലോകചരിത്രത്തിൽ എത്രയോ രാജാക്കന്മാർ വന്നുപോയി. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഒരു മന്ത്രം പോലെ ഭാരതീയരുടെ മനസ്സിൽ മുഴങ്ങുന്ന ഒരു പേരുണ്ട്: വിക്രമാദിത്യൻ. വെറുമൊരു ചക്രവർത്തിയല്ല അദ്ദേഹം. നീതിയുടെ സൂര്യൻ, ബുദ്ധിയുടെ സാഗരം, മരണത്തെ പോലും വെല്ലുവിളിച്ച വീരൻ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഇന്നുപയോഗിക്കുന്ന പല കലണ്ടറുകൾക്കും മുൻപേ വിക്രമശകം എന്ന കാലഗണന തുടങ്ങിയത് ഇദ്ദേഹമാണ്. ഉജ്ജയിനിയിലെ മഹാലക്ഷ്മിയുടെയും ഭദ്രകാളിയുടെയും അനുഗ്രഹം സിദ്ധിച്ച ഈ രാജാവിന് 32 പുണ്യലക്ഷണങ്ങളുള്ള ഒരു സിംഹാസനമുണ്ടായിരുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്നവൻ പറയുന്ന ഓരോ വാക്കും സാക്ഷാൽ ദൈവത്തിന്റെ വാക്കുകളായി മാറുമെന്നായിരുന്നു വിശ്വാസം. മധ്യപ്രദേശിലെ പുരാതനമായ ഉജ്ജയിനി നഗരം. അവിടെയാണ് വിക്രമാദിത്യന്റെ ഐതിഹാസികമായ കൊട്ടാരം നിലകൊള്ളുന്നത്. ആ കൊട്ടാര സദസ്സിനെ അലങ്കരിച്ചിരുന്നത് നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തരായ 9 പണ്ഡിതന്മാരായിരുന്നു. കാളിദാസന്റെ കാവ്യാത്മകമായ വരികളും വരാഹമിഹിരന്റെ ഗഹനമായ ജ്യോതിശാസ്ത്രവിദ്യകളും ആ ചുവരുകളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. അറിവിന്റെ അത്യുന്നതിയിലായിരുന്ന ആ മഹാപണ്ഡിതർക്ക് പോലും ഭേദിക്കാൻ കഴിയാത്ത ഒരു വലിയ രഹസ്യം ലോകം മുഴുവൻ ജയിച്ച വിക്രമാദിത്യ മഹാരാജാവിനെ തേടി വരാനിരിക്കുന്നു. ഉജ്ജയിനിയിലെ കൊട്ടാരം കേവലം കല്ലും മണ്ണും കൊണ്ടുള്ളതായിരുന്നില്ല. അത് സ്വർണ്ണത്തകിടുകൾ പൊതിഞ്ഞ തൂണുകളാലും രാത്രിയിൽ സ്വയം പ്രകാശിക്കുന്ന അപൂർവ മണികളാലും സമൃദ്ധമായിരുന്നു. ഈ അത്ഭുത ലോകത്തേക്കാണ് ഒരു കറുത്ത വാവ് കഴിഞ്ഞ് പിറ്റേന്ന് ആ സന്യാസി വരുന്നത്. ശാന്തിപാതൻ. കഴുത്തിൽ തലയൊട്ടി മാലകൾ, ശരീരമാകെ ഭസ്മം, കണ്ണുകളിൽ അഗ്നി. അദ്ദേഹം രാജാവിനൊരു പഴം നൽകി. രാജാവ് അത് നിസാരമായി കരുതി. 10 വർഷം അദ്ദേഹം ഇത് തുടർന്നു. ഇവിടെയാണ് നിഗൂഢത തുടങ്ങുന്നത്. 10 വർഷം കൊണ്ട് 3650 പഴങ്ങൾ. രാജാവ് അവയെല്ലാം ഒരു ഇരുട്ടറയിലേക്ക് എറിഞ്ഞു. അവ അവിടെ ചീഞ്ഞഴുകി. എന്നാൽ ഒരു ദിവസം കൊട്ടാരത്തിലെ ഒരു കുരങ്ങൻ ആ പഴങ്ങളിലൊന്ന് കടിച്ചു. പെട്ടെന്നൊരു സ്ഫോടനം പോലെ ചുവന്ന പ്രകാശം കൊട്ടാരമാകെ പടർന്നു. അതൊരു സാധാരണ മാണിക്യമായിരുന്നില്ല. ലോകത്തിലെ ഒരു ഖനിയിലും ലഭിക്കാത്ത സൂര്യന്റെ തേജസ്സുള്ള മഹാമാണിക്യം. രാജാവ് ഉടനെ ആ പഴയ ഇരുട്ടറ തുറന്നു. ചീഞ്ഞഴുകിയ പഴങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് കോടാനുകൂടി സ്വർണ്ണ നാണയങ്ങളെക്കാൾ വിലമതിക്കുന്ന ഒരു നിധിശേഖരമാണ്. അല്ലയോ സന്യാസി, അങ്ങ് ആരാണ്? ഈ രത്നങ്ങൾ നൽകി അങ്ങ് എന്നെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? രാജാവിന്റെ ചോദ്യത്തിന് സന്യാസി നൽകിയ മറുപടി ഭയാനകമായിരുന്നു. മഹാരാജാവേ, എനിക്ക് ധനമല്ല വേണ്ടത്. എനിക്ക് പ്രപഞ്ചത്തിൻ്റെ അധികാരം വേണം. അതിനായി ഞാനൊരു മഹാഭൈരവ യാഗം നടത്തുകയാണ്. അതിനങ്ങെപ്പോലൊരു വീരന്റെ സഹായം വേണം. ഗോദാവരി തീരത്തെ രുദ്രശ്മശാനത്തിൽ ഒരു മൃതദേഹം തൂങ്ങിക്കിടപ്പുണ്ട്. അതൊരു വേതാളമാണ്. അതിനെ എനിക്ക് എത്തിച്ചു തരിക. എങ്കിൽ മാത്രമേ എൻ്റെ യാഗം പൂർത്തിയാകൂ. വിക്രമാദിത്യൻ തൻ്റെ വാക്കിൽ ഉറച്ചുനിന്നു. പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല, ആ സന്യാസി യഥാർത്ഥത്തിൽ ഒരു ഘോര മന്ത്രവാദിയാണെന്നും വിക്രമാദിത്യനെ തന്നെ ബലി നൽകാനാണ് ഈ കെണിയൊരുക്കിയതെന്നും. ആ അമാവാസി രാത്രി ഉജ്ജയിനി നഗരം ഉറങ്ങുമ്പോൾ വിക്രമാദിത്യൻ ഉണർന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ആ ഭീകരമായ ശ്മശാനത്തിലേക്ക് നടന്നു. അവിടെ കാറ്റിന് മരണത്തിൻ്റെ മണമായിരുന്നു. എവിടെയോ ചെന്നായ്ക്കൾ ഓരിയിടുന്നു. പ്രേതങ്ങളും പിശാചുക്കളും മരങ്ങൾക്കിടയിൽ നിന്ന് രാജാവിനെ നോക്കി അട്ടഹസിച്ചു. ചുടലയിലെ ചാരം കാറ്റിൽ പറന്ന് രാജാവിൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു. പക്ഷേ അദ്ദേഹം കുലുങ്ങിയില്ല. ആ കാഴ്ച ഭയാനകമായിരുന്നു. വേതാളം. അതിൻ്റെ ശരീരം ഒരു മനുഷ്യൻ്റേതുപോലെ തോന്നിക്കുമെങ്കിലും മുഖം വല്ലാത്തൊരു വികൃത രൂപമായിരുന്നു. കണ്ണുകൾ തിളങ്ങുന്ന കനലുകൾ പോലെ. വിക്രമാദിത്യൻ മരത്തിൽ കയറി തൻ്റെ വാളുകൊണ്ട് ആ കെട്ടറുത്തു. ഹാ, വിക്രമാദിത്യ, നീ വന്നല്ലേ? നിന്റെ ഈ അഹങ്കാരം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഓർക്കുക, ഈ യാത്ര അത്ര എളുപ്പമല്ല. നീ നിശബ്ദനായിരുന്ന് ഈ ദൂരം പിന്നിടണം. വഴിയിൽ ഞാൻ നിനക്ക് കഥകൾ പറഞ്ഞു തരാം. ഓരോ കഥയുടെയും ഒടുവിൽ നീ ഉത്തരം പറയണം. ഉത്തരമറിഞ്ഞിട്ടും നീ മിണ്ടാതിരുന്നാൽ നിന്റെ തല 1000 കഷ്ണങ്ങളായി ചിതറും. പക്ഷേ നീ സംസാരിച്ചാൽ ആ നിമിഷം ഞാനിവിടുന്ന് പറന്നു പോകും.
വിക്രമാദിത്യൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. മൗനത്തിന്റെ കഠിനമായ വ്രതവുമായി അദ്ദേഹം നടക്കാൻ തുടങ്ങി. അമാവാസി രാത്രിയുടെ കടുത്ത ഇരുട്ടിൽ ആ ശ്മശാനത്തിന്റെ നടുവിൽ വേതാളം തന്റെ ഒന്നാമത്തെ കഥ പറയാൻ തുടങ്ങി. എന്തായിരുന്നു ആ ആദ്യത്തെ കഥ? എന്തിനാണ് വിക്രമാദിത്യൻ തന്റെ മൗനം വെടിയുന്നത്? ആ സന്യാസിയുടെ യഥാർത്ഥ ഉദ്ദേശം രാജാവ് എപ്പോൾ തിരിച്ചറിയും? രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് വേതാളത്തിന്റെ ഏറ്റവും കുഴപ്പിക്കുന്ന ആദ്യത്തെ പരീക്ഷണമാണ്. ബുദ്ധികൂർമ്മതയുള്ളവർക്ക് മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയൂ. നിങ്ങൾ തയ്യാറാണോ ആ പരീക്ഷണത്തിന്?